2023 മലയാളത്തിൽ ഇറങ്ങിയ വമ്പൻ വിജയമായ ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി 4 പോലീസ് സംഘം ഇന്ത്യ മൊത്തം നടത്തുന്ന ഒരു യാത്രയുടെ കഥ പറഞ്ഞ ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ റോബി വർഗീസ് രാജായിരുന്നു. നടൻ റോണി ഡേവിഡും റോബിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനമുണ്ടാക്കാൻ കണ്ണൂർ സ്ക്വാഡിന് കഴിഞ്ഞിരുന്നു. വാണിജ്യപരമായ വിജയത്തോടൊപ്പം ഏറെ നിരൂപക പ്രശംസയും ചിത്രം നേടി. ജോർജ് മാർട്ടിൻ എന്ന കഥാപാത്രമായ മമ്മൂട്ടി ഈ സിനിമയിൽ എത്തിയത്. അസീസ് നെടുമങ്ങാട്, റോണി ഡേവിഡ്, ശബരീഷ് വർമ്മ എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. എന്നാൽ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ കഴിയുമ്പോൾ അതിനൊരു സെക്കൻഡ് പാർട്ട് എന്ന ഒരു ചർച്ച എല്ലായിടത്തും ഉണ്ടായി. സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ഇതിന്റെ അണിയറ പ്രവർത്തകരും തിരക്കഥാകൃത്തുക്കളും പറയുകയും ചെയ്തു. അപ്പോഴാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം വന്നത്. കണ്ണൂർ സ്ക്വാഡ് 2ാം ഭാഗം ഒരു ബി ടീമുമായി ആലോചിച്ചു എന്നതാണ്. ആ ബി ടീമിന്റെ തലവൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം അത് പ്രേക്ഷകരിൽ വലിയ രീതിയിലുള്ള ഒരു അതിശയം തന്നെ ഉണ്ടാക്കി. അങ്ങനെ ഒരു സംഭവം വരണമെന്ന് തന്നെ പ്രേക്ഷകർ പലരും പറഞ്ഞു. കാരണം കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രം മമ്മൂട്ടിയുടേതായി എത്തിയെങ്കിലും വലിയൊരു കളക്ഷൻ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ അത്ര വലിയ കളക്ഷൻ അല്ല ഉണ്ടാക്കിയത്. എന്നാൽ മോഹൻലാലിനെ പോലൊരു താരത്തെ വെച്ച് കണ്ണൂർ സ്ക്വാഡിന്റെ 2ാം ഭാഗം ഒരുക്കിയാൽ എന്തുമാത്രം കളക്ഷൻ ഉണ്ടാകുമെന്നുള്ള ചർച്ചകൾ വരെ സോഷ്യൽ മീഡിയയിൽ നടന്നു. ഇങ്ങനൊരു കാര്യം പുറത്തു വന്നപ്പോൾ ആ 2ാം ഭാഗത്തെക്കുറിച്ച് പറഞ്ഞ റോണി ഡേവിഡിന്റെ വാക്കുകൾ ശരിക്കും അതിശയമായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ മോഹൻലാൽ സാർ വരുന്നത് നമ്മുടെ മനസ്സിൽ ഒരു കൊതിയായിട്ട് ഉണ്ടായിരുന്നു. ബി ടീം രാജശേഖരൻ എന്ന കഥാപാത്രത്തെ കൂടി വെറുതെ ഒന്ന് ഇട്ട് വെച്ചിരുന്നു. 9 ആളുകൾ അടങ്ങുന്ന സ്ക്വാഡായിരുന്നു അത്. അതിന് 4 ആളുകൾ എ ടീമിലും ബാക്കിയുള്ളവർ ബി ടീമിലും വരുന്ന രീതിയിലായിരുന്നു സിനിമ പ്ലാൻ ചെയ്തത്. അങ്ങനെ വെറുതെ പറഞ്ഞു വെച്ചതായിരുന്നു. അതും ലാൽ സാർ വരണം എന്ന രീതിയിൽ ആയിരുന്നില്ല അന്ന് ഞങ്ങൾ കഥ പറഞ്ഞത്. ലോകേഷ് ചെയ്യുന്നത് പോലെ ഒരു യൂണിവേഴ്സ് ആക്കി മാറ്റണം എന്നായിരുന്നു കരുതിയത്. പല ഇൻട്രസ്റ്റിംഗ് ആയ കേസുകൾ വരുന്നതും കണ്ണൂർ സ്ക്വാഡ് പിന്നീട് വലുതായി പോകുന്നതുമായിരുന്നു കണക്ക് കൂട്ടിയത്. വെറുതെ അതിനുള്ള വിത്ത് പാകി വെക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. മമ്മൂക്കയൊക്കെ വന്നതിന് ശേഷം പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ലാൽ സാർ വരുന്നത് എന്നാൽ വലിയ ആർട്ടിസ്റ്റ് അതിലേക്ക് വന്നാൽ നന്നാകുമെന്നാണ് കരുതിയത്. ഒരു ഭാഗത്ത് മമ്മൂക്ക വരുമ്പോൾ സ്വാഭാവികമായി 48 മുതൽ 52 വയസ്സ് വരെ പ്രായമുള്ള ഒരു വ്യക്തി വേണമെന്നാണ്. അതിനിപ്പോൾ ലാൽ സാർ മാത്രമേ ഉള്ളൂ. അതിലേക്ക് പൃഥ്വിരാജ് വന്നാലും ഓക്കെയാണ് എന്നതാണ് അവരുടെ വാക്കുകൾ. അത്ര പ്രായമില്ലാത്ത 40 വയസ്സുള്ള ആള് വന്നാലും അത് ഓക്കെ ആകും. പക്ഷേ ലാൽ സാർ വന്നാൽ ആ കോംബോയോട് തന്നെ ആയിരിക്കും ആളുകൾക്ക് താല്പര്യം. റോണി ഡേവിഡിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ണൂർ സ്ക്വാഡിന്റെ 2ാം ഭാഗത്തിൽ മോഹൻലാൽ തന്നെ വരണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അങ്ങനെ വന്നാൽ ഈ ചിത്രത്തിന് എത്രമാത്രം കളക്ഷൻ ഉണ്ടാക്കാമെന്ന് ഒരു ബോക്സ് ഓഫീസ് കണക്ക് വെച്ച് പറയാൻ കഴിയും. കണ്ണൂർ സ്ക്വാഡ് പോലെ തന്നെ മികച്ചൊരു സ്റ്റോറി ലൈനും മികച്ചൊരു ഹിറ്റും മോഹൻലാലിൽ വെച്ച് ഉണ്ടായാൽ അതിന്റെ ഒരു കളക്ഷൻ രീതി നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. മമ്മൂട്ടിയുടേത് എങ്ങനെ, മോഹൻലാലിൻ്റെത് എങ്ങനെ എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. അങ്ങനെ ഒരു കളക്ഷനിൽ ഈ ചിത്രം എത്രമാത്രം വിജയമാകുമെന്നും അനലൈസ് ചെയ്യാം. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പ്രേക്ഷകർ പോലും പറയുന്നുണ്ട്. ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നു ഇങ്ങനൊരു ചിത്രത്തിന് വേണ്ടി എന്നതാണ് പറയുന്നത്. എന്തായിരുന്നാലും കണ്ണൂർ സ്ക്വാഡിന്റെ ഒരു സെക്കൻഡ് പാർട്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മോഹൻലാൽ എത്തുമോ അതോ പൃഥ്വിരാജ് എത്തുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇവരുടെ വാക്കുകൾ ശരിക്കും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കണ്ണൂർ സ്ക്വാഡ് മമ്മൂട്ടിയുടേതായി ഇറങ്ങിയപ്പോൾ ഗംഭീരമായ ഒരു സിനിമയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സിനിമയിൽ മോഹൻലാൽ വന്നാൽ എങ്ങനെയിരിക്കുമെന്നറിയാനുള്ള കൗതുകം എല്ലാവർക്കുമുണ്ട്.